ട്രംപ് ഇറാനിൽ ഭൂയുദ്ധം ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുമെന്നും ഗൾഫ് പ്രദേശത്തിലെ ദ്വീപുകൾ പിടിച്ചെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. അയാൾ മൊസാദിന്റെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. ലോകത്തിലെ ഏറ്റവും കള്ളം പറയുന്ന പ്രസിഡന്റാണ് ട്രംപ്. അയാളിൽ സ്ഥിരതയില്ല, അൺസ്റ്റേബിൾ. അയാളെ വിശ്വസിക്കാനാവില്ല. അമേരിക്കൻ സൈന്യത്തെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് അപകടത്തിലേക്ക് ഡെത്ത് ട്രാപ്പ് നയിച്ചിരിക്കുന്നു. യുദ്ധത്തെക്കുറിച്ച് അമേരിക്കൻ സൈനികർ ദിവസേന മരണഭീഷണിയിലാണ്. ട്രംപ് പേടിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് മാറി സുരക്ഷിത സ്ഥലങ്ങളിൽ ഒളിക്കുന്നു. അയാൾ ദൂരത്തിരുന്ന് സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ പറയുന്നു. ട്രംപിന്റെ സ്വഭാവം ഒരു ദിവസം ഭീഷണിപ്പെടുത്തും, അതേ ദിവസം പിന്നെ പിന്മാറും. ഒരിക്കൽ സമാധാനം പറയും, പിന്നെ യുദ്ധം തുടങ്ങും. അതായത് സ്ഥിരതയില്ലാത്ത നേതാവ്, ലോകത്തേക്കുള്ള ബാധ. അയാളുടെ തീരുമാനങ്ങൾ കാരണം അമേരിക്കയ്ക്കും യൂറോപ്പിനും പടിഞ്ഞാറൻ ഏഷ്യ രാജ്യങ്ങൾക്കും വലിയ നഷ്ടം സംഭവിച്ചു. ഇറാന്റെ മുന്നറിയിപ്പ്. ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തുകയോ ഭൂമി പിടിക്കുകയോ ചെയ്താൽ ഇറാൻ വളരെ ശക്തമായി നേരിടും. ഇറാൻ സൈന്യം ഇതിനായി തയ്യാറാണ്. ആക്രമണം ചെയ്താൽ ആക്രമികൾ പിടിക്കപ്പെടും, കൊല്ലപ്പെടും, കാണാതാകും. അമേരിക്കൻ സൈനികർ ഗൾഫ് കടലിലെ സ്രാവുകൾക്ക് ഇരയാകും. സ്ട്രോങ് വാർണിംഗ്. അവസാന സന്ദേശം. അമേരിക്കൻ നേതാക്കളും സൈന്യവും ഇറാന്റെ ചരിത്രം പഠിക്കണം. ഇറാനെ ആക്രമിച്ചവർക്ക് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് കാണണം. ട്രംപിന്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് സ്വന്തം സൈനികരെ മരണത്തിലേക്ക് നയിക്കരുത്. ട്രംപിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഇറാനെ ആക്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു.